നമസ്കാരം. AK അഭിനയിച്ച തിയേറ്ററുകളിലെത്തിയ ഗുഡ് ബാഡ് അഗ്ലി എന്ന സിനിമയെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. സിനിമ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ബിക്കോസ് ഞാനൊരു കട്ട AK ഫാനാണ്. അതുകൊണ്ട് തന്നെ കുറച്ചു നേരം AK ഫാനായിട്ട് സംസാരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ഒരു നോർമൽ ഓഡിയൻസിന്റെ ഒരു അഭിപ്രായം ഞാൻ പറയാം. ഒരു AK ഫാൻ എന്ന നിലയ്ക്ക് ഒരു 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 ഫെസ്റ്റിവലാണ് അവിടെ തിയേറ്റർ നടക്കുന്നത്. നിങ്ങൾ പോകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അത്ര കണ്ട് നിങ്ങൾക്ക് ആഘോഷിക്കാൻ പറ്റും. സിനിമ തുടങ്ങുന്ന നിമിഷം മുതൽക്ക് അവസാനിക്കുന്നവരെയും നമുക്കിങ്ങനെ ഫാക്ടേഴ്സും ഹൈ മൊമെന്റ്സും ഒക്കെ അങ്ങനെ തന്ന് അങ്ങനെ സന്തോഷിപ്പിച്ച് ഒരു ഫെസ്റ്റിവൽ മൂഡിൽ നമ്മളെ പുറത്ത് കൊണ്ടുവരും. വീണ്ടും കാണണമെന്ന് ആഗ്രഹം തോന്നും. ഇപ്പോഴും പറഞ്ഞൊരു AK ഫാൻ എന്ന നിലയിൽ തീർച്ചയായിട്ടും റിപ്പീറ്റഡ് വാല്യൂ ഉള്ള പടമാണ്. ഞാൻ വരുന്ന ദിവസങ്ങളിൽ വീണ്ടും അത് കാണാൻ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നുണ്ട്. അത്ര കണ്ട് ഞാൻ ഈ സിനിമ എൻജോയ് ചെയ്തിട്ടുണ്ട്. മനുഷ്യന്റെ ഒരു സ്വാഗ്, അതിന്റെ ഒരു ബ്യൂട്ടി, ഡയലോഗ് ഡെലിവറി, മൊത്തത്തിൽ പുള്ളിയുടെ അഴിഞ്ഞാട്ടമാണ് പടത്തിൽ കാണാൻ പറ്റുന്നത്. അതായത് ഈ ഒരു AKനെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. കുറേ കാലമായിട്ട് അത് മിസ്സിംഗ് ആയിരുന്നു. ഇപ്പൊ തിരിച്ചു കിട്ടിയപ്പോൾ ഒരുപാട് മനസ്സിൽ നിന്നുള്ള സന്തോഷം തോന്നുന്നുണ്ട്. അപ്പോൾ ഒരു AK ഫാൻ എന്ന നിലയിൽ പറയട്ടെ, ഫാൻസിന് ആഘോഷമാണ് ഈ സിനിമ. സാധാരണ ഓഡിയൻസിനെ സംബന്ധിച്ച് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ലോജിക്ക്, കഥ, ഭയങ്കര ഡീറ്റെയിൽ ആയിട്ടുള്ള കഥ, ഈ സംഭവങ്ങളൊക്കെ അങ്ങ് മാറ്റി മറന്നിട്ട് കുറച്ചു നേരം സന്തോഷമായിട്ട് എൻജോയ് ചെയ്യണം, അല്ലെങ്കിൽ കുറച്ചു നേരം ഒരു വൈബിൽ പോകണമെന്നൊക്കെ വിചാരിച്ച് തിയേറ്ററിനുള്ളിൽ കയറുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ സിനിമ തീർച്ചയായിട്ടും ആസ്വദിക്കാൻ സാധിക്കും. അല്ലാണ്ട് ഒരു കഥയൊക്കെ പ്രതീക്ഷിച്ച് പോവുകയാണെങ്കിൽ ഒരു സിമ്പിൾ സാധനമാണ്. ഡോൺ ആയിരുന്ന അച്ഛൻ മകന് വേണ്ടിയിട്ട്, മകനും കുടുംബത്തിനും വേണ്ടിയിട്ട് ആ പരിപാടിയൊക്കെ ഉപേക്ഷിച്ച് ജയിലിൽ പോയി ശിക്ഷ ഏറ്റുവാങ്ങി ജയിലിൽ കഴിയുകയാണ്. അപ്പം ജയിൽവാസം കഴിഞ്ഞ് ഇറങ്ങാറാകുമ്പോഴത്തേക്കും തന്റെ മകനൊരു പ്രശ്നം വരികയാണ്. മകനൊരു പ്രശ്നം, അവർ കുടുംബത്തിന് വേണ്ടിയാണ് എല്ലാം മാറ്റിവെച്ചത്. അപ്പൊ എന്നിട്ട് കുടുംബത്തിനൊരു പ്രശ്നം വരുമ്പോൾ പിന്നെ അയാൾ എന്ത് ചെയ്യും? അതൊക്കെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് വീണ്ടും അയാൾ പഴയതുപോലെ കലിപ്പുണ്ടാക്കി എല്ലാം സോർട്ട് ഔട്ട് ചെയ്യുന്നു. ഇതാണ് ഒരു തീം. ഒരു വളരെ ലളിതമായ ഒരു കഥാ പശ്ചാത്തലമാണ്. പക്ഷെ അതിനെ എങ്ങനെ മേക്ക് ചെയ്ത് എന്റർടൈനിങ് ആയിട്ട് പ്രസന്റ് ചെയ്തിരിക്കുന്നു എന്നുള്ളിടത്താണ് ഈ സിനിമയുടെ വിജയം എന്നുള്ളത്. പഴയ സിനിമകളിലെ ഡയലോഗ്സും റെഫറൻസസ് ഒക്കെ ഒത്തിരി വരുന്നുണ്ട്. അപ്പൊ ആ സിനിമകളൊക്കെ കണ്ടിട്ടുള്ളവർക്ക് അതിന്റെ ഒരു ഹൈ മൊമെന്റ്സ് നമുക്ക് അവിടെ കിട്ടും. ഇതൊന്നും അല്ലാതെ സാധാരണ ഒരാൾ കാണുകയാണെങ്കിൽ, നമ്മളിപ്പം KGF 1 കാണാതെ KGF 2 കണ്ടു കഴിഞ്ഞാൽ ആദ്യമായിട്ട് കാണുന്ന ഒരു പ്രേക്ഷകൻ വിചാരിക്കുക. അപ്പോഴത്തേക്കും ആ യാഷ് കാണിക്കുന്ന സംഭവങ്ങളൊക്കെ കാണുമ്പോഴത്തേക്കും പുള്ളിക്ക് ഒരു മനസ്സിലൊരു ചോദ്യം ഉണ്ടാവില്ലേ, ഇവ ആരുടെ ഇത്രയും വലിയ സംഭവങ്ങൾ കാണിക്കുക, ആരി എന്നൊരു ചോദ്യം ഉണ്ടാവില്ലേ? അതേ ചോദ്യം അജിത്തിന്റെ സിനിമ അങ്ങനെ ഫോളോ ചെയ്ത ഒരാൾ, അല്ലെങ്കിൽ അജിത്തിനെ അങ്ങനെ വലുതായിട്ട് അറിയാത്ത ഒരാൾ കാണുകയാണെങ്കിൽ അവർക്ക് വേണമെങ്കിൽ ഉണ്ടായേക്കാം. എല്ലാവരും ഈ മനുഷ്യൻ ഇങ്ങനെ പുകഴ്ത്തി പറയുന്നു, ഭയങ്കര സംഭവമാണെന്ന് പറയുന്നു, ഈ പുള്ളിയുടെ പവർ എന്താ, എന്തിനെങ്ങനെ പറയുന്ന ഒരു ചോദ്യം അജിത്ത് ആരാണെന്ന് അറിയാത്തവർക്ക് മേ ബി ഉടലെടുത്തേക്കാം. അങ്ങനെയുള്ളവർക്ക് ചിലപ്പോൾ ഡൈജസ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായേക്കാം. അതാണ് എനിക്ക് ഫീൽ ചെയ്തത്. നെഗറ്റീവായിട്ട് ഒന്നും പറയാനില്ല. കാരണം നെഗറ്റീവ് ഈ പടത്തിൽ കണ്ടുപിടിക്കേണ്ട കാര്യമില്ല. ഇതൊരു ഫെസ്റ്റിവൽ മൂഡ് പടമാണ്, ഒരു ഫാൻസിന് വേണ്ടി ഉണ്ടാക്കിയ പടമാണ്. എന്റർടൈൻ ചെയ്യണം. ഒരു 2.5 മണിക്കൂർ നേരം പൊളിയായിട്ട് വൈബിൽ വരണം എന്ന് ആഗ്രഹിക്കുന്നവർ മാത്രം കയറിയാൽ മതി എന്ന് വിചാരിച്ച് തന്നെ ഉണ്ടാക്കിയ പടം എന്ന് തന്നെ കരുതാം. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് പ്രത്യേകിച്ച് നിങ്ങൾ ഫ്രണ്ട്സ് കുറച്ച് പേര് ചേർന്ന് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഒരു പൊളി വൈബായിരിക്കും തിയേറ്ററിനകത്ത് ഇരുന്നിട്ട്. പിന്നെ ഫാമിലിയും തീർച്ചയായിട്ടും എൻജോയ്. അതിനകത്ത് അങ്ങനെ വൾഗർ രംഗങ്ങളോ അങ്ങനെ ഹെവി വയലൻസ് അങ്ങനെയുള്ള ഒരു പരിപാടികളില്ല. തീർച്ചയായിട്ടും കുട്ടികളായിട്ട് സിനിമ തിയേറ്ററിൽ പോയി കാണാൻ പറ്റും. അങ്ങനത്തെ രീതിക്ക് തന്നെയാണ് അത് മേക്ക് ചെയ്തിരിക്കുന്നത്. ആദിക് രവിചന്ദ്രൻ അതിന്റെ ഡയറക്ടർ, താങ്ക് യു സോ മച്ച്. ഒരു അജിത്ത് ആരാധകൻ എന്ന നിലയിൽ ഒരുപാട് നന്ദി ഈ അവസരത്തിൽ ഞാൻ പറയട്ടെ. ഇത്ര മനോഹരമായ, നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു സിനിമ പ്രസന്റ് ചെയ്ത് ഞങ്ങൾക്ക് സമ്മാനിച്ചതിനും ഒരു പ്രത്യേക നന്ദി പറയട്ടെ. ഈ സിനിമയ്ക്ക് എന്ത് വേണോ അത് 10 മടങ്ങ് ലെവലിൽ GV പ്രകാശ് തന്നിട്ടുണ്ട്. ഒരു സൂപ്പർ ഡ്യൂപ്പർ ബാക്കിംഗ് ആണ് എനിക്ക് ഫീൽ ചെയ്തത്. അടിപൊളിയായിരുന്നു കേട്ടോ. അത് നല്ല തിയേറ്ററിൽ തന്നെ പടം കാണണം. കാരണം സൗണ്ടിങ് അമ്മാതിരി സൗണ്ടിങ് ആണ്. ഈ മൂഡിലോട്ടൊന്ന് വരാൻ പറ്റുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ തല പെരുക്കുന്ന ലെവൽ ഓഫ് സൗണ്ടിങ് ആണ് സിനിമയിലുള്ളത്. നമ്മുടെ സിനിമയിൽ ഇൻവോൾവ് ആയി കഴിഞ്ഞാൽ അതൊന്നും നമ്മളെ ബാധിക്കില്ല. നമ്മൾ അത്ര കണ്ട് സൂപ്പറായിട്ട് എൻജോയ് ചെയ്യും. അറിയാൻ നമ്മളിങ്ങനെ മൂവ് ചെയ്തു തുള്ളിപ്പോവും. ആ ഒരു ലെവലിലേക്കുള്ള മേക്കിംഗ് ആൻഡ് സൗണ്ടിങ് ആയിരുന്നു. സ്കോറിംഗ് ആണ് GV ഒക്കെ ചെയ്തിരിക്കുന്നത്. ഒന്നും പറയില്ല. ഇത് നിങ്ങൾ കീറി മുറിച്ചൊന്നും നോക്കാണ്ട് പോയി തിയേറ്ററിൽ കണ്ട് എൻജോയ് ചെയ്യും മക്കളെ. പൊളിപ്പടം. ഈ വിഷുവിന് കേരളക്കരയിൽ ഇറങ്ങിയ സിനിമകളിൽ നോക്കുകയാണെങ്കിൽ എല്ലാം കൊണ്ടും പക്ക വൈബ് മെറ്റീരിയലാണ് ഗുഡ് ബാഡ് അഗ്ലി. തീർച്ചയായിട്ടും കാണാൻ ശ്രമിക്കുക. അജിത് ഫാൻസും വീണ്ടും കാണാൻ എനിക്ക് ഉറപ്പാണ്. അത്ര കണ്ട് അവരെല്ലാം ഹാപ്പിയാണ്. നിങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ കാണുക. ഒന്നുകൂടി ഓർമ്മിപ്പിക്കട്ടെ, ലോജിക്കും ബാക്കി കാര്യങ്ങളൊക്കെ മാറ്റി വെച്ച് ഒരു മനസ്സ് റിലാക്സ് ആയിട്ട് എൻജോയ് ചെയ്യാന്നുള്ളൊരു മൈൻഡ് സെറ്റ് പോയി കാണുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് സാറ്റിസ്ഫൈ ആയിട്ട് ഇറങ്ങി വരാൻ പറ്റും. അടുത്തുള്ള തിയേറ്ററിൽ സിനിമയുണ്ട്, കാണുക. താങ്ക് യു.